സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ രണ്ട് കൈയും നീട്ടി ദ്വാരക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ ജോലിക്കോ എൻ്റെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചൂടെ? അള്ളാഹുവെ, ഏറ്റവും വലിയ മാരകമായ ശിക്ഷ ഇവർക്ക് കൊടുക്കണമേ. കാരണം ആരുടെ മുമ്പിലും ലജ്ജയില്ലാതെ നടക്കുന്ന ഹറാം പലിശ തിന്നുന്ന വ്യഭിചാരം ചെയ്യുന്ന ഈ ആണും പെണ്ണും വർഗത്തെ അത് കാണിക്കണേ. ഏറ്റവും മാരകമായ ശിക്ഷ കൊടുക്കുന്നതാണ്. സ്റ്റാമിന സേവർ വെക്കുന്ന കപ്പിൾസ് ആണ്, എല്ലാവർക്കും വരുന്ന ആളുകൾ തന്നെയാണ്. അവന്നൊരു ഫോട്ടോ ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് കമൻ്റാണ്. ഞാൻ ഇത് വായിച്ചിട്ട് ഭയങ്കര ഷോക്കായി പോയി. സ്റ്റാമിന സേവർ നരകത്തിലേക്കുള്ള പാതയായി മാറിയെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നമ്മളെ മലയാളികൾക്ക് മാത്രമേ കുരുപൊട്ടലുള്ളൂ. നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ ഓപ്ഷൻ ഉണ്ടല്ലോ, ബ്ലോക്ക് ചെയ്യുക, അൺഫോളോ ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ അവരെ ഇനി ഒരിക്കലും കാണാതിരിക്കാൻ ശ്രമിക്കുക. അതൊക്കെ ഉണ്ട്. എന്നിട്ടും പിന്നെ നിങ്ങൾ ഈ ബാഡ് കമന്റ് ഇടുമ്പോൾ വ്യൂസ് കൂടെ ചെയ്യുള്ളൂ. ഒരു വ്ളോഗർക്ക് അല്ലെങ്കിൽ റീൽ ചെയ്യുന്ന വ്യക്തികൾക്ക് കമന്റ് ബോക്സിൽ കിടന്നിട്ട് ഇങ്ങനെ മെഴുകുമ്പോൾ അവർക്ക് വ്യൂസേ കിട്ടുള്ളൂ. സ്റ്റാമിന സേവർ സൗദി അറേബ്യയിൽ അവൈലബിൾ ആണെന്ന് ഞാൻ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ രാത്രി ചെയ്ത് നേരം വെളുത്തപ്പോൾ ഖത്തർ നിന്റെ സുഹൃത്ത് ഇതിന്റെ സെയിൽസ്മാൻ വിളിച്ചിട്ട് പറഞ്ഞു, മൻസൂർ ഭയങ്കര റീച്ചായി, താങ്ക് യു, നെഗറ്റീവ് ആണെങ്കിലും ഭയങ്കര പബ്ലിസിറ്റി കിട്ടി. അപ്പോൾ ഇത് കടം എൻ്റെ സുഹൃത്തിന് ഇത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ട്, കോൺടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു കൊടുത്താണ്. നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ അതിന്റെ കച്ചവടം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തിനാ ഈ കുരുപൊട്ടേണ്ട ആവശ്യമുള്ളത്?